സ്തോത്രം 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 ഹല്ലേലൂയ 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 സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ്വാമി ലേഫി പേജിൽ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാത്രിയും കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. പൂർവപിതാക്കൾ നോക്കി പാർത്തതാം സ്വർഗീയ നാടിനെ എന്നു കാണുമോ. പൂർവപിതാക്കൾ നോക്കി പാർത്തതാം സ്വർഗീയ നാടിനെ എന്നു കാണുമോ. എന്നു ചെന്നു ഞാൻ ചേർന്നിടുമങ്ങ് എന്നു പാടുമാഗീതം. ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ക്രൂശിൽ യാഗമായി തൻ ചോരയൂറ്റിയ എൻ പ്രേമകാന്തനെ ഞാനെന്നു കാണുമോ. ക്രൂശിൽ യാഗമായി തൻ ചോരയൂറ്റിയ എൻ പ്രേമകാന്തനെ ഞാനെന്നു കാണുമോ. ദേവദേവനെ എൻ ത്യാഗവീരനെ എൻ ജീവിത സുഖം നീ മാത്രമാകുന്നേ. ദേവദേവനെ എൻ ത്യാഗവീരനെ എൻ ജീവിത സുഖം നീ മാത്രമാകുന്നേ. ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ അടുത്ത് വന്നോണം ദൈവം ഇടയാക്കിയല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു തിരുവചനം ഭാഗം വായിക്കാം. അല്പസമയം കടന്നുപോയി. കർത്താവിന്റെ ദാസി റോസിൻലാന്റിയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവർത്തനങ്ങളെ മാനിക്കട്ടെ. പ്രാർത്ഥനാ കൂട്ടായ്മകളെ എല്ലാം ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 2, 6, 8 വാക്യങ്ങളാണ് വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. ഇപ്രകാരമാണ്. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് കർത്താവിനെ പരീക്ഷിക്കുകയാ. അത് ഗൗരവമുള്ളൊരു വിഷയത്താലാണ് കർത്താവിനെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിൽ ആത്മീയ ഗോളത്തിൽ വരെയും സകല മനുഷ്യരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് ഇന്ന് ഞാൻ ഈ വായിച്ച വിഷയം. ഹല്ലേലൂയ. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അടുത്തത് 6-ാം വാക്യം. അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. രണ്ടാമത്തെ വിഷയം, ദൈവമാണ് മനുഷ്യരെ തമ്മിൽ യോജിപ്പിച്ചത്. അത് മനുഷ്യനെ പിരിക്കുവാൻ വേർപെടുത്തുവാൻ യാതൊരു അവകാശമോ അധികാരമോ ഇല്ല. സ്തോത്രം. 3-ാമത്തെ വായിക്കാം. 8-ാമത്തെ വാക്യം. അവൻ അവരോട് നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
കർത്താവ് പറയുകയാ, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഇനി നമുക്ക് ചുറ്റും കണ്ടുപിടിച്ച് നോക്കാം. നമ്മുടെ ആത്മീയ കോളത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ സ്തോത്രം നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ 1-2 ജനറേഷൻ ഇതുപോലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കുടുംബങ്ങളിൽ എല്ലാവരും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അവർ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ പരസ്പരം ബഹുമാനിച്ചിരുന്നു. അവരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും എന്തെന്ന് മനസ്സിലാക്കിയിരുന്നു. ദൈവം അവരെ കൂട്ടി യോജിപ്പിച്ചത് എന്തിനാണെന്നും ദൈവമാണ് അവരെ കൂട്ടി യോജിപ്പിച്ചതെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ വളരെ കഷ്ടം സഹിച്ച്, പ്രതികൂലം സഹിച്ച്, വളരെ പരസ്പരം പലപ്പോഴും ശണ്ട കൂടുമെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ ഹല്ലേലൂയ കർത്താവിനെ തള്ളിക്കളയാതെ, അല്ലെങ്കിൽ അവർ പരസ്പരം സഹിച്ചും ക്ഷമിച്ചും മരണം വരെയും ജീവിച്ച അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എത്രയോ പ്രായമായിരിക്കുന്ന ദമ്പതിമാരെ നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കും. എന്നാൽ യൗവനക്കാരായിരിക്കുന്ന ദമ്പതിമാർ ഈ കാലഘട്ടങ്ങളിൽ പിരിഞ്ഞു പോകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വിളിച്ച പല കുടുംബങ്ങളിലും പല വ്യക്തികളിലും ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളാണ് ഞാൻ ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നത്. കാരണം ഒത്തിരി പേരുടെയും കുടുംബത്തിലാണ് വിഷയം. ഹല്ലേലൂയ, കുടുംബ ജീവിതത്തിലാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ, കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമത്രേ. എന്തുകൊണ്ടാണ് ഹൃദയത്തിന് ഇത്ര കാഠിന്യം വരുന്നത്? കഠിനപ്പെടുത്തുന്നവൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. പ്രകാശം അവിടെ ഉദിച്ചിട്ടില്ല. ഇരുട്ടവിടെ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഹൃദയം കാഠിന്യപ്പെടുന്നത്. ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടത്രേ നിങ്ങൾ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശയുടെ എന്ന് പറഞ്ഞപ്പോൾ മോശ അനുവദിക്കാൻ കാരണം നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ആ മനുഷ്യൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് പിതാവായ ദൈവം മനുഷ്യനെ ഹല്ലേലൂയ കുടുംബമായി ഹല്ലേലൂയ ജീവിക്കുവാൻ വിട്ടപ്പോൾ, കുടുംബമാക്കി അവരെ തീർത്തപ്പോൾ ദൈവത്തിന് വലിയ പദ്ധതികളും പ്ലാനുകളുമുണ്ട്. ആദാമിനോടും ഹവ്വായോടും ദൈവം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയണം. ഹല്ലേലൂയ, നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയണമെന്ന ഒരു കൽപ്പന അവർക്ക് കൊടുത്തിരുന്നു. ഹല്ലേലൂയ. സന്ദർഭവശാൽ അനുസരണക്കേടിനാൽ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു. വളരെ പ്രയാസങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നു. അനുസരണക്കേട് നിമിത്തം അവർ ഹല്ലേലൂയ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നല്ല ഭവനമായിരുന്നു, നല്ല സ്തോത്രം ആനന്ദകരമായിരുന്ന ജീവിതമായിരുന്നു അവർക്ക് ദൈവം കൊടുത്തിരുന്നത്. അവരോടുകൂടെ ദൈവവും ഇറങ്ങി വന്ന് സന്തോഷിക്കുന്ന നാളുകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ, എത്ര ഭവനങ്ങളിലുണ്ട് കർത്താവ് ഇറങ്ങി വന്ന്. ഹല്ലേലൂയ, എത്ര ഭവനങ്ങളിൽ ഇന്ന് ആയിരിക്കുന്നുണ്ട്, ഏതെല്ലാം കുടുംബങ്ങൾ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വിഷയം ഹല്ലേലൂയ നിങ്ങൾ ചുറ്റുപാടും എല്ലാവരും അറിയണം. നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ആളുകൾ ആർക്കൊക്കെ വേണം അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. കാരണം എന്തെന്നറിയാമോ? ദൈവമാണ് ഒരു കുടുംബത്തെ പണിതത്. ദൈവമാണ് ഒരു കുടുംബത്തെ ഏകീഭവിപ്പിച്ചത്. 2 കുടുംബത്തിലായിരുന്ന വ്യക്തികളെ ഒരുമിച്ച് ചേർത്തത് ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു നമ്മ 6-ാം വാക്യത്തിൽ, അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. എന്തവകാശം! ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമുണ്ടായാൽ അവരുടെ മാതാപിതാക്കൾ, 2 വിഭാഗക്കാരുടെ മാതാപിതാക്കൾ തമ്മിൽ പിന്നെ ആ വിഷയം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ സഹോദരങ്ങൾ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. അവിടെ പിന്നെ പ്രശ്നം തുടങ്ങുക. കേസായി, വഴക്കായി, കൂട്ടമായി, അടിപിടിയായി, ഭയങ്കര ഉപദ്രവമായി. ഹല്ലേലൂയ. ഭക്ഷണം കൊടുക്കത്തില്ല, വസ്ത്രം വാങ്ങിക്കൊടുക്കത്തില്ല, പലവിധമാകുന്ന വിഷയങ്ങളാ പിന്നെ അവർ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ അവർ മുമ്പോട്ട് അവരല്ല, അവർക്ക് പിന്നെയും സഹിച്ചു ക്ഷമിച്ചും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ മറ്റ് കരങ്ങളുണ്ട്, മറ്റ് വ്യക്തികളുണ്ട്, മറ്റ് സ്വാധീനങ്ങളുണ്ട്. ഹല്ലേലൂയ. കുറച്ച് നീതിന്യായ വകുപ്പിലൊക്കെ ഇച്ചിരി പിടിപാടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കോടതിപരമായിട്ടോ അല്ലെങ്കിൽ വല്ല വക്കീലോ പോലീസോ ഒക്കെ ആരുടെയെങ്കിലും പക്ഷത്തുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ശൂരത്വം കൂടും. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും ഇതിനെ ഒന്ന് പൊട്ടിച്ച്, ഇതിനെ ഒന്ന് തകർത്ത് കയ്യിലെടുക്കുവാൻ. നിന്നെ ഉപയോഗിക്കുന്നത് ആരാന്നറിയാമോ? പിശാച. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നത് ആരാന്നറിയാമോ? ദുഷ്ട പിശാച. ഹല്ലേലൂയ. കുടുംബത്തെ കലക്കുന്നത് ദുഷ്ടശക്തികളാണെന്ന് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിക്കൊള്ളുക. സ്തോത്രം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യൗവന തലമുറകൾ എത്രയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. 1 വർഷം, 6 മാസം, 3 മാസം, അല്ലെങ്കിൽ 1.5 വർഷം ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ 10, 30, 50, 60 വർഷം ജീവിച്ച മാതാപിതാക്കളോട് ചോദിക്കുക. അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പട്ടിണിയും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ അവരുടെ എല്ലാം ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവർ രണ്ടുപേരും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുകയാ ചെയ്തത്. ഹല്ലേലൂയ. പിതാക്കന്മാരെ, ഹല്ലേലൂയ, ഇന്ന് പ്രായമായിരിക്കുന്ന ദമ്പതികളെ ഓർത്തു നോക്കണം. വസ്ത്രമില്ലാതിരുന്ന ഒരു കാലം, ഭക്ഷണമില്ലാതിരുന്ന ഒരു കാലം, ഹല്ലേലൂയ, യുദ്ധത്തിന്റെ കാലം, സ്വാതന്ത്ര്യ സമരങ്ങളുടെ കാലം, ഇതൊക്കെ അവർ അനുഭവിച്ചു. ഹല്ലേലൂയ. ആ സമയങ്ങളിലൊന്നും കുടുംബങ്ങളിൽ ഭക്ഷണമില്ല, വേണ്ടത്ര ഭക്ഷണമില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആ സമയങ്ങളിൽ കൊടുക്കുവാൻ ഭക്ഷണമില്ല, ദാരിദ്ര്യം നിറഞ്ഞ് കഠിനമായിരിക്കുന്ന കാഠിന്യമേറിയ ജീവിതത്തിൽ കൂടി കടന്നുപോയ മാതാപിതാക്കളാണ്. ഹല്ലേലൂയ. വൃദ്ധരായിരിക്കുന്ന ദമ്പതികൾ, അവരെ നാം കണ്ടുപിടിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ അവരെ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എത്ര പ്രായമായാലും ഹല്ലേലൂയ പരസ്പരം സ്നേഹിക്കുവാനും സഹിക്കുവാനും ക്ഷമിക്കുവാനും പഠിച്ചിരിക്കണം, പഠിപ്പിക്കണം, നാം പറഞ്ഞു കൊടുക്കണം നമ്മുടെ തലമുറകളോട്, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളോട്. ഹല്ലേലൂയ. അവർ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അല്ലെങ്കിൽ ഞാൻ പെൺകുഞ്ഞുങ്ങളോട് ഇന്ന് എടുത്തു പറയാൻ കാരണം അവരാണ് എപ്പോഴും ഡൗൺ ആയി പോകുന്നത്. ഹല്ലേലൂയ. അവർ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, തകർന്നു പോകും. കാരണം അവര് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ, സോഫ്റ്റ് ഹൃദയമാണ് അവരുടെ. അതുകൊണ്ട് അവർ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, അവർ പെട്ടെന്ന് തകർന്നു പോകും. ഒരു വഴക്ക് പറയുകയോ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ വളരെയധികം അങ്ങ് ക്ഷീണിച്ചു പോകും. എനിക്കിനി ജീവിതം വേണ്ട, അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെ നാം പെട്ടെന്ന് ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ അതിന്റെ പിന്നെന്തോ വാക്കിന് മുകളിൽ വാക്കുകളാവും, വാക്കേറ്റമാകും, തർക്കമാകും, പിന്നെ ജയിക്കുവാനുള്ളത് അത്ര പാടാകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, വാക്കുകൾ കൂടിയാൽ എന്താ വഴക്കുണ്ടാകും, അല്ലെ? വാക്കുകൾ ഏറിയാൽ, വാക്കുകളുടെ കാഠിന്യം കൂടുമ്പോഴാണ് അവിടെ വഴക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പരസ്പരം നാം ജയിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ വഴക്കുണ്ടാക്കരുത് കുടുംബങ്ങളിൽ. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ഒന്നും പറഞ്ഞ് തർക്കിച്ച് അതിനെ ആ ഭാഗത്ത് ജയിച്ചു നിൽക്കുവാൻ വെമ്പൽ കൊള്ളരുത്. ഹല്ലേലൂയ. അതിനെ എങ്ങനെ അമർത്താം, എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ പരിഹരിക്കാമെന്ന രണ്ടുപേരും ചിന്തിക്കേണ്ടത്. ഒരു 5-10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കുവാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങളെ വിഷയം ഹാൻഡിൽ ചെയ്ത് ഒരു ചായ കൊണ്ട് കൊടുത്താൽ മതി. ചിലർക്ക് അത്രയേ ഉള്ളൂ പ്രശ്നം. ഹല്ലേലൂയ. ചിലർക്ക് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. ചിലർക്കൊന്ന് പുറത്തേക്ക് പുറത്തൊന്ന് കൊണ്ടുപോയാൽ മതി. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഹല്ലേലൂയ. പിന്നെയോ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ ഭാര്യയും ഭർത്താവും ഒന്നാണ്. അവരുടെ ഇടയിൽ വേറെ ഒരാൾ പാടില്ല. ഹല്ലേലൂയ. മറ്റൊരാളുടെ സ്വാധീനം അവരുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറയുന്നത്, അവരിരുവരും ഒരു ദേഹമത്രേ, മേലാൽ അവർ രണ്ടല്ല. സ്തോത്രം, സ്തോത്രം. രണ്ടാക്കുവാൻ ആരും ശ്രമിക്കരുത്. ഹല്ലേലൂയ. രണ്ടാക്കുവാൻ ആരും ശ്രമിക്കരുത്. പല ഭർത്താക്കന്മാരും അല്ലെങ്കിൽ പല കുഞ്ഞുങ്ങളും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അവർ പലരെയും പ്രസാദിപ്പിക്കുകയാണ്. കൂട്ടുകാരെ പ്രസാദിപ്പിക്കുന്നവരുണ്ട്, കൂട്ടുകാരെ പ്രസാദിക്കുന്ന യൗവനക്കാരുണ്ട്. ഹല്ലേലൂയ. കൂട്ടുകാരെ പ്രസാദിപ്പിക്കുക. നമ്മുടെ കുടുംബ ജീവിതം തകരുന്നത് കാണുവാൻ കുത്തി ചോദിക്കുകയും കുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്ന കൂട്ടുകാരിയെ നാം വിശ്വസിക്കരുത്. അവരെ അകറ്റി നിർത്തുക. മാതാപിതാക്കളെ, അവരെയും നാം മാറ്റി നിർത്തണം. അകറ്റേണ്ടതിനെ അകറ്റണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമാകുമെന്ന് തോന്നുന്ന വ്യക്തികളെ, ഹല്ലേലൂയ, രീതികളെ എല്ലാം നിങ്ങൾ മാറ്റി നിർത്തണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ രണ്ടുപേരും ഹല്ലേലൂയ ഐക്യബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമേ അവിടെ ദൈവത്തിന് ഇറങ്ങി വന്ന് നിങ്ങളിൽ അനുഗ്രഹങ്ങളെ, നന്മകളെ പകരുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന തലമുറകളെ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ഫലം കായ്ക്കുന്നവരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരുമാക്കി നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ നിങ്ങൾ മാതൃകയുള്ള ദമ്പതികളായിരിക്കണം, മാതൃകയുള്ള മാതാപിതാക്കളായിരിക്കണം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സക്കരിയാവിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ദൂതൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഞാനൊരു മകനെ തരുമെന്ന്. എലിസബത്ത് ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ അവർ അത് കേട്ട് അവർ സ്തോത്രം വിശ്വസിച്ചു. ആ തക്ക സമയത്ത് അവർക്കൊരു തലമുറയെ കൊടുത്തു. ആ തലമുറ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം ഞാനത് വായിച്ചു കേൾക്കാം, എന്നെങ്കിലും നമുക്ക് മനസ്സിലാവുള്ളൂ നാം എങ്ങനെയായിരിക്കണം, നമ്മുടെ തലമുറ അപ്പോൾ എങ്ങനെ ആയിരിക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 ലൂക്കോസിന്റെ സുവിശേഷം
സ്തോത്രം സ്തോത്രം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം ഇതാണ് അവനെ കുറിച്ച് പറയുന്നത്. ദൂതൻ അവനോട്, സക്രിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിക്കേ. സക്കരിയാവിനോട് പറയുക, പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞിനെ കുറിച്ച് സക്കരിയാവിനോട് ദൈവം പറയുക, അവൻ വീഞ്ഞും മദ്യവും കുടിക്കയില്ല, അവൻ വലിയവനാകും. ഞാനിത് ചോദിക്കട്ടെ, പരമാർത്ഥമായി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മൾ ആരെങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാനോ കുറഞ്ഞു പോകാനോ കുറഞ്ഞവനാകാനോ ബുദ്ധിയില്ലാത്തവനാകാനോ നശിച്ചു പോകാനോ ആഗ്രഹിക്കുമോ? സ്തോത്രം. ഒരിക്കലുമില്ല. ഒരൊറ്റ മാതാപിതാക്കളും അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പറയാം, നിന്റെ മകൻ വലിയവനാകും. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയവരാകണം. ഹല്ലേലൂയ. ഒന്നോടെ പറഞ്ഞാൽ എല്ലാവരാലും അറിയപ്പെടണം, എല്ലാവരാലും മാനിക്കപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നവരാ. ഇവിടെ കർത്താവ് പറയുകയാണ്, അവൻ വലിയവനാകും. സ്തോത്രം. പിന്നെയോ, സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ അബ്രഹാമിന്റെ മക്കളായിരിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ സമശിഷ്ടങ്ങൾ, സഹോദരങ്ങൾ ഹല്ലേലൂയ ലോകത്തിൽ കിടന്ന് നശിക്കുകയാ. ഹല്ലേലൂയ. അവരെ ഒന്ന് മടക്കി വരുത്തുവാൻ, അവരെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കെങ്കിലും കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. നമുക്കോ കഴിഞ്ഞില്ല, നമ്മുടെ തലമുറയ്ക്കെങ്കിലും അത് സാധ്യമാകണം, അവരെ കൊണ്ടെങ്കിലും ചിലതിനെയൊക്കെ തീയിൽ നിന്ന് വലിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സ്തോത്രം സ്തോത്രം. കർത്താവിലേക്ക് തിരിച്ചു വരുത്തുന്നവൻ. അല്ല, നമ്മുടെ തലമുറകൾ എങ്ങനെയുള്ളതായിരിക്കണം? നാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവരാണോ നമ്മുടെ തലമുറകൾ? MDMA-യും ഹല്ലേലൂയ മറ്റു സാധനങ്ങളും ഒക്കെ ഹല്ലേലൂയ ന്യൂട്രൽ അല്ലെങ്കിൽ രഹസ്യമായിട്ട് കച്ചവടം ചെയ്യുന്ന അങ്ങനെയുള്ള തലമുറകളാണോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്നത് പോലെ നാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു തലമുറയായിട്ട് ആകുവാനല്ലല്ലോ നാം ആരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ അവർ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം. ഹല്ലേലൂയ അവർ അനേകരെ സന്തോഷത്തിലേക്കും അല്ലെങ്കിൽ സമാധാനത്തിലേക്കും നടത്തുന്നവരായി തീരണം. ഹല്ലേലൂയ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളായി തീരണമെങ്കിൽ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം? വായിക്കാം നമുക്ക്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം ഹല്ലേലൂയ 6-ാം വാക്യം. സ്തോത്രം. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എന്താണ് അവരുടെ സവിശേഷത? അവർ ഇരുവരും നീതിയുള്ളവരായിരുന്നു. ഹല്ലേലൂയ. എലിസബത്തിനെ കുറിച്ചും സക്കരിയാവിനെ കുറിച്ചും പറയുന്ന കാര്യമാ. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ഹല്ലേലൂയ. എത്ര മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്കൊക്കെ അങ്ങനെ ആയിത്തീരാൻ കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറഞ്ഞ് ഉപേക്ഷിച്ച് ഹല്ലേലൂയ അല്പസമയം ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് നല്ല മാതൃകയുള്ള ഹല്ലേലൂയ മാതാപിതാക്കളായി തീരാം. ഹല്ലേലൂയ ദമ്പതികളായി തീരാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് വളരെ ഭാരമുണ്ടായ ഹല്ലേലൂയ സ്തോത്രം കോളുകളൊക്കെ വരുവാനിടയായി തീർന്നു. കാരണം എല്ലാ ചെറുപ്പക്കാരാ, വളരെ പ്രായം കുറഞ്ഞവർ. ഹല്ലേലൂയ. അവർ പറയുന്ന വിഷയം കുടുംബത്തിലാണ് വിഷയം. ഹല്ലേലൂയ. കുടുംബം കലങ്ങുകയാ. ഹല്ലേലൂയ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റു പലരുമുണ്ട്. ഹല്ലേലൂയ.
പ്രിയ മാതാവേ, പിതാവേ, നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ. അവരെ ഹല്ലേലൂയ ഒരു കാരണവശാലും നാം അവരെ ഭരിക്കുവാനോ നാം അവരെ തിരിക്കുവാനോ ചെയ്യരുത്, പോകരുത്. അതിന് ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ അവർ ഇരുവരും ഒരു ദേഹമായി തീരും. നാമും ആ കടന്നു വന്ന പാതകളും വഴികളൊക്കെ ഒന്ന് ഓർക്കുന്നതും നല്ലതാണ്. നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലല്ലോ നമ്മുടെ കുടുംബജീവിതത്തിൽ മറ്റൊരാൾ കടന്നു വന്ന് നമ്മെ തകർക്കുന്ന അല്ലെങ്കിൽ നമ്മെ ഹല്ലേലൂയ പുറകോട്ട് പിടിക്കുന്ന തമ്മിലടിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുക നാം ആഗ്രഹിച്ചില്ല. നമുക്കങ്ങനെ അനുഭവം ഹല്ലേലൂയ ഉണ്ടായവർ കാണുമായിരിക്കും കേട്ടോ. ഹല്ലേലൂയ എനിക്കുണ്ടായിട്ടില്ല. സ്തോത്രം. ഞങ്ങൾ സന്തോഷകരമായിട്ടാണ് ഇതുവരെയും ഹല്ലേലൂയ ജീവിക്കാനൊക്കെ ഇവിടെയായി തീർന്നു. ഞങ്ങളുടെ ഇടയിൽ ആർക്കും ഒരു സ്ഥാനമില്ല. ഇപ്പോഴും അപ്പോഴും ഹല്ലേലൂയ ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അതാണ് അവസാന അന്തിമ തീരുമാനം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്നെയും കൂടി വിളിച്ചിരുത്തി ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും. ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് സ്തോത്രം അറിവായി. ഇപ്പോൾ അവരെയും കൂടി കൂട്ടിയിരുത്തിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ മാതൃകാപരമായി നാം നമ്മുടെ തലമുറകളെ കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. അവരും നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ഹല്ലേലൂയ ഇതേപോലുള്ള അനുഭവങ്ങളിലേക്ക് പോകുന്നവരെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ അവർക്ക് കഴിയും. ഹല്ലേലൂയ. എന്റെ ഇളയ മകൻ വലിയ പ്രായമൊന്നും ഇല്ലാത്തൊരു സമയം, ഇപ്പൊ 24 വയസ്സുള്ളൂ, അതിലും 2-3 വയസ്സ് പുറകില് ഹല്ലേലൂയ അവന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി ഹല്ലേലൂയ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെല്ലാം വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ. പിന്നീട് സ്തോത്രം കേൾക്കുന്നത് 2-3 വർഷം മുമ്പ് കേൾക്കുന്നത് വിളിക്കുകയാ ഹല്ലേലൂയ ഡൈവോഴ്സ്. ഒരു കൊച്ചുണ്ട്, ഒരു 1.5 വയസ്സ് ആയ ഒരു കൊച്ചുണ്ട്. ഡൈവോഴ്സിന് വേണം, ഡൈവോഴ്സ് കൊടുക്കാൻ പോകും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാ വിളിച്ചത്. ആ രാത്രി 2-3 മണിക്കൂർ അവളുമായിട്ട് സംസാരിച്ചു. ഹല്ലേലൂയ. ഒരു 2-3 മണിക്കൂറുകൾ അവളുമായിട്ട് സംസാരിച്ചു. കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുത്തു, ദൈവത്തിന്റെ വ്യവസ്ഥ ഇതാന്ന് പറഞ്ഞു കൊടുത്തു. അവൾ വിശ്വാസത്തിൽ വരാത്തൊരു കുഞ്ഞാ, പക്ഷെ അറിവില്ലാന്ന് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. അവരുടെ മാതാപിതാക്കൾക്കും അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവിൽ ഉണ്ടായിരിക്കില്ല. ഹല്ലേലൂയ. നിസാര പ്രശ്നങ്ങളെ ചൊല്ലി വാക്ക് തർക്കങ്ങൾ മൂത്ത് ഹല്ലേലൂയ ഡൈവോഴ്സിന് കൊടുത്തിരിക്കുക. പറഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം സമാധാനപ്പെടുത്തി വിട്ടു. ഹല്ലേലൂയ. പിറ്റേ ദിവസം വിളിച്ചു. അന്ന് രാത്രി അവൾ ഭർത്താവിനെ വിളിച്ചു. ഹല്ലേലൂയ. പ്രശ്നം അവർ തമ്മിൽ പറഞ്ഞ് പരിഹരിച്ച് അവർക്ക് ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനമെടുത്തു. ക്ഷമ പറയേണ്ടടുത്ത് ക്ഷമ പറയണം. തെറ്റിപ്പോയി അല്ലെങ്കിൽ പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയാൻ നാം മടിക്കരുത്. ഹല്ലേലൂയ. അതൊരിക്കലും ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും നമുക്കത് ഹല്ലേലൂയ മോശമല്ല, നമുക്കൊരു നഷ്ടമല്ല. അത് ആ ഒരു വാക്ക് നമ്മുടെ ആയുസിനെ ദീർഘമാക്കും, നമ്മുടെ കുടുംബജീവിതത്തിന്റെ ആയുസിനെ ദീർഘമാക്കുമത്. ഹല്ലേലൂയ. ഒരുമിച്ച് കാലാകാലങ്ങളോളം കർത്താവ് അനുവദിച്ച സമയം വരെ ജീവിക്കുന്നതൊക്കെ ഇടയാക്കി തീർക്കും. ക്ഷമിക്കുക എന്നൊരു വാക്കുകൊണ്ട് ഹല്ലേലൂയ ക്ഷമിക്കണം, അല്ലെങ്കിൽ പറ്റിപ്പോയി തെറ്റിപ്പോയി എന്ന് ഹല്ലേലൂയ പറയുന്നത്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. ഈ പെൺകുട്ടി അവളുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. അന്ന് രാത്രി തന്നെ അവർ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. ഈ എന്റെ മകൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി ആ കുഞ്ഞ് അനുസരിക്കുവാനിടയായി തീർന്നു. ഇന്ന് അവർ സന്തോഷമായി ജീവിക്കുക കേട്ടോ. പിറ്റേ ദിവസം തന്നെ മാതാപിതാക്കളോടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കേസും പിൻവലിച്ച് അവരൊന്ന് ഒരുമിച്ച് ജീവിക്കുക. ഉണ്ടായ സംഭവമാണ്. 2-3 വർഷത്തിനപ്പുറം പോയിട്ടില്ല. അതിനുള്ളിൽ ഉണ്ടായ സംഭവമാണ്. ഹല്ലേലൂയ. എന്റെ മകൻ എത്ര വയസ്സുണ്ടപ്പം? 21 വയസ്സുണ്ട്. ഹല്ലേലൂയ. 21 വയസ്സായി എന്റെ മകൻ ഒരു കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഇടയാക്കി തീർത്തു. നമ്മുടെയൊക്കെ തലമുറകൾ അങ്ങനെയായി തീരട്ടെ. അനേകരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവർക്ക് കൃപ കൊടുക്കട്ടെ. ഒരു വാക്കു മതിയല്ലോ, ഒന്ന് സമാധാനിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. ഒരുപക്ഷെ ആ രാത്രിയിൽ അവൾ വിളിക്കാതെ അന്ന് രാത്രി ആത്മഹത്യ ചെയ്തു പോയിരുന്നുവെങ്കിലോ, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ഒരു സമാധാനവുമില്ല, എന്റെ ചങ്ക് പൊട്ടുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ഇന്നത് ചെയ്തിട്ടിരിക്കുക, ഡൈവേഴ്സിന് പേപ്പർ കൊടുത്തിട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒരു കുഞ്ഞുമുണ്ട്, വളരെ വേദനയോടെയാ വിളിച്ചേ. ഇങ്ങനെ എത്ര കുടുംബങ്ങൾ അല്ലെ തകർന്നു പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചത്, നിന്നെ കുടുംബത്തിലാക്കിയത്, നിനക്ക് ഭർത്താവിനെ തന്നത്, നിനക്ക് ഭാര്യയെ തന്നത് തമ്മിൽ തല്ലി പിരിയാനല്ല. ഹല്ലേലൂയ. നിന്നെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് ഹല്ലേലൂയ ദേശത്തിന്റെ മുമ്പിൽ അത്ഭുതം കാണിക്കുവാനാ, ദേശത്തിന് മുമ്പിൽ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി തീർക്കുവാനാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ കർത്താവിന് വേണ്ടി കൊടുക്കാം. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, പരീശന്മാരാണ് വന്ന് ചോദിച്ചത്. ഇങ്ങനെ കുറെ തുമ്പ് കെട്ട ജാതികൾ ഉണ്ട്. ഹല്ലേലൂയ. ഒരു വിവരവും വിവേകവും ഇല്ലാത്ത കുറെ ജാതികളുണ്ട്. ഹല്ലേലൂയ. കുറെ ജാതികൾ ഞാൻ പറഞ്ഞത് നമ്മൾ പറയുന്ന ജാതിയല്ല, ഈ വിവരമില്ലാത്ത വിഭാഗങ്ങൾ. സ്തോത്രം. എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഇനി പിള്ളേരെ തമ്മിൽ തല്ലിച്ചിട്ട് മാറി നിന്ന് രസിക്കുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് പേരുണ്ട്.
ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടും? ഒരു കുടുംബത്തെ നാം തല്ലി പിരിച്ചിട്ട് എന്ത് ഗുണം കിട്ടും? ആ കുടുംബത്തെ യേശുവിലേക്ക് ഒന്ന് തിരിക്കാമോ? ആ കുടുംബത്തെ നമുക്ക് ഒരു വാക്കെങ്കിലും പറഞ്ഞ് ആത്മഹത്യയിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും വിടുവിക്കാൻ കഴിയുമോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടോ. ഞങ്ങളുടെ അല്ല, ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. ഹല്ലേലൂയ. പ്രായമായവർ, വേറൊരു വിഷയമല്ലോ, പ്രായമായവർ വളരെ കാലം ഒരുമിച്ച് ജീവിച്ചു. അല്ല, ഇപ്പൊ കൊല്ലണം കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുകയാ. സ്തോത്രം. അങ്ങനെയുമുണ്ട്. വളരെ കാലം സഹിച്ചു ക്ഷമിച്ച് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ദുരിതവും ഒക്കെ അനുഭവിച്ചു. ഇപ്പൊ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ആയി. മക്കളൊക്കെ പഠിച്ച് വിദേശത്തൊക്കെ ആയി. ഇപ്പൊ ദേ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കം, അടിപിടി, തമ്മിത്തല്ലുകൾ, കൊല്ലണം, ഉപേക്ഷിക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാ. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇനി എത്ര കാലം കൂടി നാം ജീവിച്ചത്ര കാലം ഇനി ജീവിക്കത്തില്ലല്ലോ. ഇനി കുറച്ചു കാലം കൂടി കർത്താവിന്റെ വരവിൽ താമസിക്കുന്നുവെങ്കിൽ, ഈ ഭൂമി നമുക്ക് ആയുസ് ദീർഘമാക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, കുറച്ചു കാലം കൂടിയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് സന്തോഷത്തോടെയും സുഖത്തോടെയൊക്കെ പോകാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ചിലപ്പോൾ രോഗികളായി തീരാം. ചിലര് ഹല്ലേലൂയ ഇന്ന് ഒരു കുഴപ്പവുമില്ലാതിരിക്കുക, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ, രണ്ടാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ നിത്യരോഗത്തിലേക്ക് അവർ വീണു പോകാം. അപ്പോൾ ഈ 1-2 ആഴ്ച കൊണ്ട് ഹല്ലേലൂയ നശിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടു. ഡൈവേഴ്സിന് പേപ്പർ കൊടുത്തിട്ട് ഹല്ലേലൂയ പുറത്തിറങ്ങിയിട്ട് അവർ തമ്മിൽ കണ്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോവുകയാ. ഹല്ലേലൂയ. വിവാഹമോചനം നേടി, പക്ഷേ കാണുമ്പോൾ ഹൃദയം പൊട്ടി തകർന്നു പോവുകയാ. രണ്ടുപേർക്കും പരസ്പരം അറിയാം അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം. ഒടുവിൽ അവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒരേ കടയിൽ ഒരുമിച്ച് ചായ കുടിക്കുവാൻ വരുന്ന അവസ്ഥ വരെ വന്നു. രണ്ടുപേർക്കും തമ്മിൽ മിണ്ടണമെന്നുണ്ട്, പക്ഷെ ഒരാൾ എന്ത് ചെയ്തെന്നറിയാമോ? രണ്ടുപേർക്കും ചായ ഓർഡർ ചെയ്തു. ഹല്ലേലൂയ. രണ്ടുപേർക്കും ഒരാൾ ചായ ഓർഡർ ചെയ്തു, ഏത് വിധത്തിലുള്ള ചായ വേണമെന്ന്. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രയാസം. ഹല്ലേലൂയ. ഒത്തിരി സ്വത്തുകളും കാര്യങ്ങളും അവകാശങ്ങളും ഒക്കെ അവർ തമ്മില് കേസ് പറഞ്ഞു വെച്ചിരിക്കുക. ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് സ്വത്തുക്കൾ, ഒരുപാട് ലക്ഷങ്ങൾ, തുകകളൊക്കെ സാക്ഷനായി. ഹല്ലേലൂയ. ഒടുവിൽ ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ സ്ഥലം വിറ്റ് ആയ പൈസ നിനക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഹല്ലേലൂയ. എല്ലാം പറഞ്ഞു. പക്ഷേ എനിക്ക്, നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ? നിങ്ങൾ ഭക്ഷണവും മരുന്നും കഴിക്കുന്നുണ്ടോ മനുഷ്യ എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ശരിക്കും ഈ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഏറിയാൽ, ഹല്ലേലൂയ, എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, ഇത് 1-2 ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ ഞാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് അധികം താമസമില്ല, അധികം നാളുകളില്ല എന്നാണ് ഡോക്ടറിനോട് പറയാനിടയായി തീർന്നത്. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും വേണ്ട, ഇത് നീ കൊണ്ടുപോയി നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ, ആ ഭാര്യയുടെ ഹൃദയം തകർന്നുപോയി. ഹല്ലേലൂയ. കാരണം 1-2 ആഴ്ചകൾ കൂടി അല്ലെങ്കിൽ 1-2 മാസങ്ങൾ കൂടി മാത്രമേ ഇനി മുമ്പോട്ട് ജീവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മുമ്പോട്ട് ഇങ്ങനെ ആരോഗ്യപരമായിട്ട് ഇരിക്കുകയുള്ളൂ എന്ന് കേട്ട വാക്ക് നിമിത്തം ആ ഭാര്യയുടെ ഹൃദയം തകർന്നുപോയി. അവർ പരസ്പരം ഹല്ലേലൂയ ആ സമയത്ത് തന്നെ അവരുടെ കേസ് തിരിച്ച് കോടതിയിൽ ചെന്ന് ആ കേസ് പിൻവലിച്ച് അവർ ഒരുമിച്ച് ജീവിക്കാൻ തക്കൊണ്ട് ഇടയായി തീർന്നുവെന്ന് ഹല്ലേലൂയ ഞാനൊരു സാക്ഷ്യം കേട്ടു. ഹല്ലേലൂയ. എത്ര ഭയങ്കരമാ. ഹല്ലേലൂയ. നമ്മളെല്ലാം ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തമാ. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാ ഈ ഡൈവേഴ്സിലേക്കൊക്കെ പോകുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ കടുപ്പം ഒന്ന് കുറച്ചേ, നിങ്ങളൊന്ന് സിമ്പിളായോ, ഇന്നസെന്റ് ആയി നോക്കിക്കേ, പരസ്പരം ഒന്ന് സഹിച്ചും ക്ഷമിച്ചും ഒന്ന് സ്നേഹിച്ചും നോക്കിക്കേ. കുറവുകൾ മാത്രം കണ്ടുപിടിക്കാതെ, ഹല്ലേലൂയ, കുറവുകൾ മാത്രം കണ്ടുപിടിക്കാതെ നന്മകളൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെയ്തതായിരിക്കും, നിങ്ങൾ ജീവിച്ച ആ നന്മകളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിന് കഴിയത്തില്ല. വീണ്ടും നിങ്ങൾ ഒരുമിക്കും. ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുക, ക്ഷമിക്കുക, സഹിക്കുക, വിട്ടുകളയുക, ഹൃദയ കാഠിന്യത്തെ മാറ്റുക. സ്തോത്രം. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമത്രേ മോശ അനുവദിച്ചത്. ഞാൻ ആ ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ ആ വായിച്ച 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. നമുക്കത് ക്ലിയർ ആവും, ആ കാര്യം എന്താണെന്ന് നമുക്ക് ക്ലിയർ ആവും. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ?
അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമത്രേ ഭാര്യയെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുക. ഇവര് വന്നേച്ച് കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് പലതും ചോദിച്ചു. അപ്പൊ മോശ എന്തിനാ ഉപേക്ഷപത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാമെന്ന് മോശ പറഞ്ഞത് എന്താ? ഉടനെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, അത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ്, നിങ്ങൾക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ മനസ്സില്ല, നിങ്ങൾക്ക് അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു ചെന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം എങ്ങനെയാണ് നീ ഉപേക്ഷണപത്രം കൊടുക്കുക? ഇത് ഡൈവേഴ്സിനെ പറയുന്നത് കൊടുത്തിട്ട് നീ ഉപേക്ഷിക്ക്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നീ ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുകയും അരുത്, നീയും വിവാഹം ചെയ്യരുത്. പിന്നെ ഉപേക്ഷിച്ച പോലെ തന്നെ ഒറ്റയ്ക്ക് വാർത്തോണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് നന്നായിട്ട് വിധിക്കുന്നവനാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ ഹൃദയ കാഠിന്യം മാറ്റുവാനോ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ ഇനി മേലാൽ ഹല്ലേലൂയ മറ്റൊരാളെ വിവാഹം ചെയ്യരുത്. ഉപേക്ഷിച്ചവളെ അല്ലെങ്കിൽ ഉപേക്ഷിച്ചവനെ വിവാഹം ചെയ്യുന്നത് വ്യഭിചാരമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ ഹല്ലേലൂയ ഭർത്താവിനെയും ഭാര്യമാരെയൊക്കെ സ്നേഹിക്കുന്നത് കണ്ടു പഠിക്കത്തക്കവണ്ണം നമ്മുടെ കുടുംബത്തിൽ മാതൃകയുണ്ടാകണം. വിവാഹപ്രായമാകുമ്പോൾ അല്ലെങ്കിൽ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയും വേണം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ ഹല്ലേലൂയ അല്പസമയം ഹല്ലേലൂയ ചിന്തിക്കാൻ കൊണ്ടിടയായി തീർത്ത വിഷയം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ നിത്യജീവിതത്തിൽ നാം കാണുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് നമ്മെ എന്നാളും അനുഗ്രഹിക്കുകയും കർത്താവിന്റെ പരവോളം വിശ്വസ്തത നിൽക്കുവാൻ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.